സർ, ഇവിടെ ഒരു തെളിവെടുപ്പിന്റെ ഭാഗമായി എത്താനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇവിടെ അയാൾ സെബാസ്റ്റ്യൻ്റെ കൺവെൻഷൻ പ്രകാരം അയാൾ ബിന്ദു പത്മനാഭൻ്റെ ബോഡി കത്തിച്ചിട്ട് അതിൻ്റെ കുറേ റിമനൻസ്, കുറേ പാർട്സ് ആ ഭാഗത്തായിരുന്നു. അന്ന് ഇവിടെ ഒരു തടമായിരുന്നു, മൺതിട്ട റോഡായിരുന്നു. അപ്പോൾ അയാൾക്ക് എന്നിട്ടൊരു കാറുണ്ട്, ആ കാറിൽ കൊണ്ടുവന്ന് അയാളുടെ കുടുംബത്തിലേക്ക് പോകുന്ന റൂട്ട് ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അത് ഇയാൾ മൃതദേഹങ്ങൾ ആ പള്ളിപ്പുറത്തെ വീട്ടിൽ തന്നെയാണോ ഈ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ളത്? അതെ, അയാളുടെ കൺവെൻഷൻ പ്രകാരം പള്ളിപ്പുറത്ത് അയാളുടെ റൂമിൽ വെച്ചിട്ടാണ് അയാൾ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് മുറിച്ച് കഷ്ണങ്ങളാക്കി ബോഡി കുഴിച്ചു മൂടി ഡികമ്പോസിഷൻ അതിന് ശേഷം അതിനെടുത്ത് കത്തിച്ചിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ കൊണ്ട് കളഞ്ഞു. ആ വീട്ടിലും അപ്പോൾ ഡിസ്പോസൽ നടന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ പിൻഭാഗത്ത് കുഴികളെടുത്ത് ഇത് മറവ് ചെയ്തിട്ടുണ്ടെന്നാണോ അയാൾ പറയുന്നത്? ഈ കുഴിച്ചിടുക, പിന്നീട് അത് പുറത്തെടുക്കുക, കത്തിച്ചുകൾ, ഏതാണോ രീതി? അതെ, കത്തിച്ചിട്ട് കളയുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ കത്തിച്ചതിന് ശേഷമായിരിക്കുമോ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്? ഇതൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ ചാരം കൊണ്ടൊന്ന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. സർ, അങ്ങനെയാണെങ്കിൽ ഈ ജൈനമ തിരോധാന കേസിൽ പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നതെല്ലാം, അതായത് കൂടുതൽ സ്ത്രീകളുടെ ശരീരാവശേഷങ്ങൾ കണ്ടെത്തിയതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ലേ? അല്ല, അത്തരം കാര്യങ്ങളെല്ലാം അത് ഫോറൻസിക്കിൻ്റെ പരിശോധനയിലുള്ള കാര്യങ്ങളാണ്, അന്വേഷണത്തിലുള്ള കാര്യങ്ങൾ. അതെല്ലാം എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുന്നുണ്ട്. ശരി. എന്തായാലും ഈ സ്ത്രീകളെല്ലാം തന്നെ, ഈ കൊലപാതകങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ആ വീട് കേന്ദ്രീകരിച്ച് തന്നെയാണെന്നുള്ളതാണല്ലേ? അയാളുടെ ഇപ്പോൾ രണ്ട് സ്ത്രീകളുടെ, ജൈനമ്മയുടെയും ബിന്ദു പത്മനാഭൻ്റെയും മരണത്തിന് അയാളുടെ കുറ്റസമ്മതത്തിൽ അതങ്ങനെ പറയുന്നത്. എങ്ങനെയാണ് സർ ഇയാളെ കൊലപ്പെടുത്തുന്നത്? ബിന്ദു പത്മനാഭനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ട്.